فأخرج لهم عجلا جسدا له خوار فقالوا هذا إلهكم وإله موسى فنسي أفلا يرون ألا يرجع إليهم قولا ولا يملك لهم ضرا ولا نفعا ولقد قال لهم هارون من قبل يا قوم إنما فتنتم به وإن ربكم الرحمن فاتبعوني وأطيعوا أمري. ആദരണീയരായ സഹോദരി സഹോദരങ്ങളെ, വിശ്വാസിനികളെ, പടച്ചറബിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിച്ച് സൂക്ഷിച്ചുകൊണ്ട് മുത്തഖികളായി അള്ളാഹുവിന് ഇഷ്ടപ്പെടും വിധം ജീവിതം ക്രമീകരിക്കാൻ റബ്ബ് നമ്മെ ഓരോരുത്തരെയും തുണക്കുമാറാകട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ഖുർആനിലെ 20-ാം അധ്യായം സൂറത്ത് ത്വാഹയിലെ 38-ാമത് പഠന ക്ലാസ്സിൽ ഇന്ന് 88-ാമത്തെ ആയത്താണ് നമുക്ക് അർത്ഥം പറഞ്ഞു തുടങ്ങാനുള്ളത്. നമ്മൾ എത്തി നിൽക്കുന്ന സംഭവം എന്ന് പറയുന്നത് മൂസാ നബി അലൈഹിസ്സലാമയുടെ ജീവിതത്തിൽ മറ്റൊരു അനുഭവം. അദ്ദേഹത്തിന്റെ സ്വന്തം അനുയായികൾ വളരെ പെട്ടെന്ന് തന്നെ ശിർക്കിലേക്ക് ആപതിച്ചു പോകുന്ന വളരെ ദയനീയമായ ഒരു സംഗതിയെയാണ് ഇവിടെ ഈ ആയത്തുകളിലൂടെ അള്ളാഹു നമ്മെ കേൾപ്പിക്കുന്നത്. വളരെ കാലം പഴക്കം, കാലദൈർഘ്യം ഉണ്ടായിട്ടില്ല, വലിയൊരു ഇടവേള ഉണ്ടായിട്ടില്ല. അതിനിടക്ക് തന്നെ ശിർക്കിലേക്ക് ആപതിച്ചു പോകുന്ന ഒരു ജനവിഭാഗത്തിന്റെ നേർചിത്രമാണ് ഇപ്പൊ നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്ന ആയത്തുകളിലൂടെ നമ്മൾ കാണുന്നത്. നമുക്ക് ആ ഭാഗം തുടരാം ഇൻഷാ അല്ലാഹ്. 88-ാമത്തെ ആയത്ത്, വിശുദ്ധ ഖുർആനിലെ 318-ാമത്തെ പേജിന്റെ തുടക്കം. 88-ാമത്തെ ആയത്ത് ഖുർആൻ നോക്കുന്നുണ്ടാവില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فأخرج لهم عجلا جسدا له خوار فقالوا هذا إلهكم وإله موسى فنسي فأخرج لهم عجلا. ആ സാമിരി എന്ന് പറയുന്ന മനുഷ്യൻ അവർക്ക് ഒരു ഇജിലിനെ, ഒരു പശുക്കുട്ടിയെ, കാളക്കുട്ടിയെ ഉണ്ടാക്കി കൊടുത്തു. ജസദൻ ഒരു രൂപം, അതിന്റെ ഒരു ബോഡി, ഒരു രൂപം ഉണ്ടാക്കി കൊടുത്തു. ലഹു അതിനുണ്ട്, ഹുവാറുൻ ഒരു പ്രത്യേക മുക്രയിടുന്ന, അതൊരു ശബ്ദം ഉണ്ടാക്കുന്ന, കാളക്കുട്ടിയൊക്കെ കരയുന്ന പോലെയുള്ള ഒരു ശബ്ദം ഉണ്ട്, അതിന് ഹുവാറുണ്ട് അതിന്. ഫഖാലു അങ്ങനെ അവർ പറയാൻ തുടങ്ങി, ആദാ ഇലാഹുക്കും ഇതാ നിങ്ങളുടെ ഇലാഹ് ഇവിടെയുണ്ട്, വഇലാഹു മൂസ ഇത് തന്നെയാണ് മൂസായുടെ ഇലാഹും ആരാധ്യനും ദൈവവും. ഫനസിയ എന്നാൽ അദ്ദേഹം അക്കാര്യം മറന്നുപോയിരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം പുതിയൊരു ദൈവത്തെ തേടിപ്പോയിരിക്കുകയാണ്. അതിന്റെ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. മൂസായുടെയും നമ്മുടെയും ഒക്കെ ദൈവം ഇതാ ഇവിടെ തന്നെയുണ്ട് എന്ന് സാമിരിയുടെ വാദം കേട്ടുകൊണ്ട് ആളുകളും പറഞ്ഞു തുടങ്ങി. ഫഅഖ്റജ ലഹും അവർക്ക് വേണ്ടി ഉണ്ടാക്കിക്കൊടുത്തു. ഖറജ എന്നെ പുറപ്പെട്ടു എന്നും, അഖ്റജ എന്ന് പറഞ്ഞാൽ പുറപ്പെടുവിച്ചു, പുറത്താക്കി എന്നൊക്കെയാണല്ലോ വാക്കിന്റെ അർത്ഥം നമ്മൾ പഠിച്ചത്. ഇവിടെ അതിന്റെ അർത്ഥം അങ്ങനെ ഒരു സംഗതി ഉണ്ടാക്കി കൊടുത്തു. എന്തിൽ നിന്നാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്? നമ്മൾ പറഞ്ഞു, ഇവരുടെ കുറെ സ്വർണം അവിടെ നിന്ന് വരുമ്പോ ആളുകളിൽ നിന്ന് വാങ്ങിയ കുറെ സ്വർണം ഇവരുടെ കൈകളിൽ ഉണ്ടായിരുന്നു. അത് തിരിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്നൊരു രാത്രി യാത്ര പോകണമെന്ന് പറഞ്ഞപ്പോ അവരങ്ങനെ പോന്നതാണ്. ഇപ്പോഴാണെങ്കിൽ കടൽ കടന്ന്
മറുകരയിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. അത് ഇനി തിരിച്ചു കൊണ്ടുപോയി കൊടുക്കാനുള്ള യാതൊരു സാധ്യതകളുമില്ല. അതുകൊണ്ട് ആ പാപഭാരം കഴുകിക്കളയുന്നതിന് വേണ്ടി അവർ തന്നെ കണ്ടുപിടിച്ച ഒരു ഉപായം എന്നുള്ള നിലക്ക് എല്ലാവരുടെയും കൈവശമുള്ള സ്വർണം കൊണ്ടുവന്ന് ഒരു തീയിലേക്ക് വലിച്ചെറിഞ്ഞ് ഉരുക്കി കളയുക എന്നാണ് അവർ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ അവിടെ ആളുകളൊക്കെ അത്തരത്തിലുള്ള ശ്രദ്ധയോടുകൂടി അവരുടെ കൈകളിലുണ്ടായിരുന്ന സ്വർണമൊക്കെ തീയിലേക്ക് വലിച്ചെറിഞ്ഞപ്പോ സാമിരി ചെയ്തത് ആ തീയിൽ ഉരുകി ഒലിക്കുന്ന ആ സ്വർണം കണ്ട് അവനൊരു തന്ത്രം തോന്നുകയാണ്. അതുകൊണ്ട് അവനൊരു പശുക്കുട്ടിയെ ഉണ്ടാക്കുന്നു. എന്നിട്ട് ആ പശുക്കുട്ടിയുടെ ഉള്ളിൽ നിന്ന് ചില ശബ്ദം പുറത്തേക്ക് വരുന്ന രൂപത്തിലുള്ള ചില ആവിഷ്കാരങ്ങളാണ് അതിന്റെ നിർമ്മാണത്തിൽ അയാൾ നടത്തുന്നത്. അങ്ങനെ അവിടെ ആ പശുക്കുട്ടി ഒരു ശബ്ദം കൂടെ പുറപ്പെടുവിച്ചപ്പോ നേരത്തെ തന്നെ പശുവിനോട് വല്ലാത്തൊരു ഭ്രമമുണ്ടായിരുന്ന, അതിനെ ആരാധിക്കുന്നതിന് താല്പര്യമുണ്ടായിരുന്ന, അങ്ങനെയുള്ള ഒരു നാട്ടിൽ നിന്ന് കടന്നു വന്ന ആളുകൾ എന്നുള്ള നിലക്ക് അവര് ഇത്തരത്തിലുള്ള ഒരു ശിർക്കൻ വിശ്വാസത്തിന് വേണ്ടി പെട്ടെന്ന് അതിനു വേണ്ടി വഴങ്ങുകയാണ്, അങ്ങോട്ട് ചാഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ഇതാണ് ആ ചരിത്രം എന്ന് പറയുന്നത്. ഇനി ഈ ആയത്തിലുള്ള വാക്കുകൾ ഒന്നുകൂടെ പരിശോധിച്ചു നോക്കൂ. എന്തെങ്കിലും മനസ്സിലാകാത്ത ഭാഗമുണ്ടോ? ജസദ് എന്ന് പറഞ്ഞാല് ബോഡി, തടി, ശരീരം എന്നൊക്കെയാണ് ഇതിന്റെ അർത്ഥം. അങ്ങനെ ഒരു ശരീരം, ഒരു രൂപം ഉണ്ടാക്കി കൊടുത്തു, കാളക്കുട്ടിയുടെ ഒരു ജസദ് ഉണ്ടാക്കി കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ജസദും റൂഹും കൂടെ ഉണ്ടെങ്കിലേ ഒരു ജീവനുള്ള സംഗതിയാവുന്നു മാറുന്നുള്ളൂ, ഒരു ജീവി ആകുന്നുള്ളൂ. അങ്ങനെയുള്ള ഒരു ജീവിയല്ല, ഒരു ജസദ് മാത്രമാണ്, ഒരു രൂപമാണ് അവിടെ ഉണ്ടാക്കിയത്. ഒരു രൂപമുണ്ടാക്കി ഈ ജിലൻ, ഒരു പശുക്കുട്ടിയുടെ, ഒരു കാളക്കുട്ടിയുടെ രൂപമുണ്ടാക്കി. എന്നിട്ട് ലഹു ഖുവാറുൻ, അതിന് ചില ശബ്ദങ്ങളുണ്ട്. മുക്രയിടുന്ന ശബ്ദം എന്ന് പറഞ്ഞാല് ഇത് ഈ പശുക്കുട്ടിയുടെ ആ കരച്ചിലിനാണ്, ആ ശബ്ദത്തിന് പറയുന്ന പേരാണ് ഖുവാറുൻ എന്നുള്ളത്. എന്നിട്ട് അവർ പറഞ്ഞു, ഇതാ നിങ്ങളുടെ ഇലാഹ് ഇത് തന്നെയാണ്, അതേപോലെ മൂസയുടെയും ഇലാഹ് ഇത് തന്നെയാണ്. പക്ഷെ മൂസ ആ കാര്യം മറന്നിട്ട് പോയിരിക്കുകയാണ് എന്ന് മൂസാ നബിയെ അലൈഹിസ്സലാം അദ്ദേഹത്തെ സംബന്ധിച്ച് അവർ അപവാദവും പറയുകയാണ്, തെറ്റിദ്ധാരണ പരത്തുകയാണ് ചെയ്യുന്നത്. അതിനുള്ള വാക്കുകൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ ജീവനില്ലാത്ത ഒരു രൂപം, ഒരു ജസദ് ആണ് അവരവിടെ ഉണ്ടാക്കിയത്. അങ്ങനെ കാറ്റ് അതിനുള്ളിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ശരം ശബ്ദമാണ് ഈ മുക്രയിടൽ, പശുവിന്റെ ശബ്ദം, അല്ലെങ്കിൽ ഖുവാറ് എന്ന് ഇവിടെ പഠിപ്പിക്കുന്നത്. അങ്ങനെ ഒരു ശബ്ദം ഉണ്ടാക്കിയിട്ടാണ് കുറെ കൂടെ അവന്റെ പ്രവൃത്തിക്ക് വ്യക്തത വരുത്താനും അവിടെ അംഗീകാരം ഉണ്ടാക്കാനും ഒക്കെ സാമിരി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ്. ജിലുൻ എന്ന് പറഞ്ഞാൽ പശുക്കിടാവ്, മൂരിക്കുട്ടി, കാളക്കുട്ടി, അങ്ങനെ ഏതാണെങ്കിലും പറയാവുന്ന, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒക്കെ പശുവിന്റെ കുട്ടിക്ക്, കിടാവിന് പറയുന്ന പേരാണ്. തൗറാത്തിന്റെ മലയാള പതിപ്പിൽ കാളക്കുട്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാണ്. ഇവിടെ ആ ഒരു ശബ്ദമുണ്ടായി എന്ന് പറഞ്ഞാൽ ഒരു മുരളുന്ന ഒരു ശബ്ദം, മൂക്കുകൊണ്ട് മുരളുന്ന ഒരു ശബ്ദം, അതാണ് ഖുവാറുൻ എന്ന് പറഞ്ഞാൽ. ഒരു മൂക്കുകൊണ്ട് ശബ്ദം ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേക ശബ്ദം ഉണ്ടല്ലോ, അതാണ് ഖുവാറുൻ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതൊരു ജീവനുള്ളതാണ് എന്ന് തോന്നിക്കാൻ അതിനു വേണ്ടിയിട്ടാണ് ആ ശബ്ദം കൂടെ അവരുണ്ടാക്കിയത്. അവരതിനുള്ള പാഠമുണ്ടായിരുന്നു, കഴിവുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, രണ്ടുപേരുടെയും, ഇവന്റെയും പേര് മൂസ എന്ന് തന്നെയായിരുന്നു. അവന്റെ ഉമ്മ ഒഴിവാക്കി മരുഭൂമിയിൽ ഇട്ടെടുത്തുന്നു, ജിബിരിയിൽ കണ്ടെടുത്ത് വളർത്തിയതാണ് എന്നൊക്കെ പറയുന്ന ചില കവിതകളും ചരിത്രങ്ങളും ഒക്കെ നമ്മൾ നേരത്തെ കേട്ടല്ലോ. അങ്ങനെയാകുമ്പോൾ അവന് ചില പ്രത്യേകതമായ കഴിവുകളൊക്കെ ഉണ്ടാകും. ആ കഴിവുകൾ വെച്ചുകൊണ്ടാണ് ഇവിടെ ശിർക്ക് ചെയ്യാൻ വേണ്ടി ആളുകളെ പ്രേരിപ്പിക്കുന്നത് എന്ന്. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ജസദ് എന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു.
ആത്മാവില്ലാത്ത ഒരു സംഗതിയാണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. ആത്മാവില്ലാത്ത അഥവാ ജീവനില്ലാത്ത ശരീരമെന്നാണ് ഇവിടെ ജസദുൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതേ ഒരു പദം എവിടെ ഉണ്ടെന്ന് അറിയാം നിങ്ങൾക്ക്? സുലൈമാൻ നബി അലൈഹിസ്സലാമയുടെ ചരിത്രത്തിൽ ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതെവിടെയാണ്? അദ്ദേഹത്തിന്റെ സിംഹാസനത്തിൽ നാം ഒരു ജഡത്തെ ഇട്ടു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവിടെ ഒരു ജഡമായി മാറിയിട്ടും അദ്ദേഹം അവർക്ക് ആളുകൾക്കൊന്നും അത് ജീവനുള്ളതാണോ അല്ലയോ എന്ന് ബോധ്യപ്പെടാത്ത വിധത്തിലുള്ള ഒരു മരണമായിരുന്നു സുലൈമാൻ നബി അലൈഹി ഇസ്ലാമക്ക് സംഭവിച്ചത് എന്ന് നമുക്കറിയാമല്ലോ. മനുഷ്യരും ജിന്നുകളും കാറ്റുമടക്കം സർവ്വചരാചരങ്ങളെയും നിയന്ത്രിക്കാനുള്ള അധികാരം അള്ളാഹു സുലൈമാൻ നബി അലൈഹി ഇസ്ലാമക്ക് നൽകിയിരുന്നു. എന്നിട്ടും അദ്ദേഹത്തിന്റെ അവസാന മരണസമയത്ത് അദ്ദേഹം മരിച്ചിരിക്കുന്നു എന്ന് കണ്ടു നിൽക്കുന്നവർക്ക് മനസ്സിലാകാൻ പറ്റാത്ത രൂപത്തിലുള്ള ഒരു മരണമായിരുന്നല്ലോ അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ നമ്മളെന്ത് മനസ്സിലാക്കണം? അള്ളാഹുവിന്റെ സഹായമില്ലെങ്കിൽ എത്ര വലിയ അധികാരമുള്ളവനും ചലനശേഷിയില്ലാത്ത ഒരു ജസദ്, ജഡം മാത്രമാണ് അവൻ എന്ന് ഓരോരുത്തരും ഓർമ്മിക്കാനാണ്. പഠിച്ചവന്റെ സഹായം ഇല്ലെങ്കിൽ, കയ്യും കാലും അനക്കാൻ സാധിച്ചില്ലെങ്കിൽ, ശരീരത്തിന്റെ അവയവങ്ങൾ ഓരോന്നോരോന്നും ചലിക്കുന്നില്ലെങ്കിൽ പിന്നെ അതിന്റെ പേര് വെറും ജസദ് എന്നല്ല, തടി, ജഡം എന്ന് മാത്രല്ലേ അതിനെപ്പറ്റി പറയാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ഒരു അവസ്ഥ ആയിരുന്നു സുലൈമാൻ നബി അലൈഹി സ്വലാമക്ക് അവസാനം ഉണ്ടായിരുന്നത് എന്ന് ജിന്നുകളെയും മനുഷ്യരെയും കാറ്റിനെയും മറ്റു സംഗതികളൊക്കെ കീഴ്പ്പെടുത്തി കൊടുത്ത മൂസാ നബിയുടെ ആ ഒരു സംഭവം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അല്ലെങ്കിലും മരണം സംഭവിക്കുന്നതോടുകൂടി മനുഷ്യന്റെ അവസ്ഥ എന്താണ്? മനുഷ്യന്റെ പേരും പ്രശസ്തിയും ഒക്കെ എന്താകും? എല്ലാം മാഞ്ഞു പോകില്ലേ? പിന്നെ അവസാനം എന്താ ഉണ്ടാകുക? റൂഹ് പോയി കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ വെറും ബോഡി, മൃതദേഹമായി മാറുകയാണ് ചെയ്യുന്നത്. അതിനാണല്ലോ നമ്മൾ മയ്യത്ത് എന്ന് പറയുന്നത്. റൂഹില്ലാത്ത ജസദിനാണ് മയ്യത്ത് എന്ന് പറയുന്നത്. അപ്പോ ഓരോ മനുഷ്യനിൽ നിന്നും റൂഹ് വേർപെട്ടു പോകുമ്പോ, ജീവൻ വേർപെട്ടു പോകുമ്പോ അവൻ വെറും ജസദ് ആയി, വെറും തടി മാത്രമാണ് അവൻ ആയി മാറുന്നത് എന്ന് ഇവിടെ ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പിന്നുള്ള വാക്ക് ഖുവാറുൻ എന്നാണ്. അതിനൊരു ഖുവാർ ഉണ്ടായിരുന്നു, അതിനൊരു പ്രത്യേക ശബ്ദം ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ശബ്ദം ഉണ്ടാക്കിയത്? നമ്മുടെ പൗരാണിക വ്യാഖ്യാതാക്കൾ പലരും പറഞ്ഞിരിക്കുന്നത്, കാറ്റ് കടന്നു പോകുമ്പോ ശബ്ദമുണ്ടാകുന്ന തരത്തിലുള്ള ദ്വാരങ്ങൾ ഇട്ടുകൊണ്ടാണ് അത് ഉണ്ടാക്കിയത്. ഒരു നമ്മുടെ എയറോപ്ലെയിൻ ഫ്ലൈറ്റിന്റെ വിമാനത്തിന്റെ ഒക്കെ അതിനുണ്ടാകുന്ന ഒരു പ്രത്യേക ശബ്ദമല്ല, അതിന്റെ ആ ചിറകുകളിൽ ഉണ്ടാകുന്ന പ്രത്യേക ഒരു ശബ്ദമല്ലേ എയറോഡൈനാമിക്സ് എന്ന് പറയുന്ന. അത്തരത്തിലുള്ള ദ്വാരങ്ങൾ ഇട്ടുകൊണ്ടാണ് അവൻ നേരത്തെ തന്നെ ആ ഒരു സംഗതി ചെയ്തിട്ടുണ്ടായിരുന്നത്. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് ശബ്ദമുണ്ടാകുന്ന ഒരു പ്രത്യേക വിദ്യയായിരുന്നു അവൻ അതിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് അതിനൊരു ശബ്ദമുണ്ടായത് എന്ന് ഇവിടെ സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ശരി, പിന്നെ അതില് എന്തുകൊണ്ടാണ് സാമിരി ഇവിടെ ഒരു പശുക്കുട്ടിയുടെ രൂപം തിരഞ്ഞെടുത്തതെന്നറിയോ? ബനൂ ഇസ്രായേൽ ജനതയിൽ വിഗ്രഹാരാധനയോടുള്ള ഒരു പ്രത്യേക മാനസികമായ ഒരു അടിമത്തം നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഫിറഔനിന്റെ നാട്ടിലെ അടിമത്ത കാലത്ത് അവരുടെ മനസ്സിൽ പതിഞ്ഞ ബിംബങ്ങളാണത്. സമുദ്രം കടന്ന് രക്ഷപ്പെട്ട ഉടനെ തന്നെ അവർ ചോദിച്ച ഒരു ചോദ്യത്തെ പറ്റി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞില്ലേ? എന്താ അവര് പറഞ്ഞത്? യാ മൂസ ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ. ഞങ്ങൾ ഈ കാണുന്ന ജനങ്ങളൊക്കെ വിവിധങ്ങളായ ദൈവങ്ങളെ ആരാധിക്കുന്നുണ്ട്, അതേപോലെ ഞങ്ങൾക്കും കാണുന്നൊരു ദൈവത്തെ നീ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണമെന്ന് അവർ മൂസാ നബിയോട് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പൊ അങ്ങനെ വിഗ്രഹാരാധനക്ക് ഏറെ പ്രശസ്തി നേട്ട ഒരു സമൂഹത്തിൽ ജീവിച്ച, അങ്ങനെയുള്ള വഴികളിലൂടെ കടന്നു വന്ന ആ ആളുകൾക്ക് തീർച്ചയായും ഉള്ള ഒരു ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹത്തിനനുസരിച്ച് വെറുമൊരു രൂപം എന്നതിനുപരി ശബ്ദമുണ്ടാക്കുന്ന ഒരു പശുക്കുട്ടിയുടെ രൂപം ഉണ്ടാക്കി കൊടുക്കാനാണ് സാമിരി മുന്നോട്ട് വന്നത് എന്നാണ്. അവന്റെ അവസാനത്തെ വാക്ക് ഫനസിയ എന്നാണ്. എന്നാൽ
അദ്ദേഹം മറന്നുപോയിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. അവർ പറയുന്നത് ഫനസിയ ഫഅഖ്റജ ലഹു ഇജ്ലൻ ജസദൻ ലഹു ഖുവാർ ഫഖാലു ആദാ ഇലാഹുക്കും വ ഇലാഹു മൂസ ഫനസിയ. ഫനസിയ എന്ന് പറയുമ്പോൾ അദ്ദേഹം അങ്ങനെ മറന്നുപോയി എന്ന് പറയുമ്പോൾ അതിന് രണ്ട് അർത്ഥങ്ങൾ ഉണ്ടാകാം. ഒന്നെന്താണ്, മൂസാ നബിക്ക് തന്റെ ദൈവത്തെക്കുറിച്ച് ഓർമ്മയില്ലാതെ പോയി എന്ന് സാമിരി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. രണ്ടാമത് എന്റെ അർത്ഥം, സാമിരി തന്റെ ഈമാനിനെ കുറിച്ചും അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ചും സത്യത്തിൽ നിന്ന് താൻ ബഹുദൂരം അകന്നുപോയി എന്ന കാര്യവും അവൻ മറന്നുപോയി. അപ്പൊ രണ്ടു നിലക്കും അതിനർത്ഥം പറയാം. സാമിരി ഈമാനിനെ കുറിച്ച് അള്ളാഹിന്റെ ശിക്ഷയെ കുറിച്ച് സത്യത്തിൽ നിന്ന് താൻ ഒരുപാട് അകന്നു പോയിരിക്കുന്നു എന്ന കാര്യങ്ങളെ സംബന്ധിച്ച് അവൻ മറന്നുപോയി എന്നും, അതേപോലെ ഇവര് പറയുന്നതായിട്ട് മൂസാ നബി അലൈഹിസ്സലാം പടച്ചോനെ അന്വേഷിച്ചു പോയിരിക്കുകയാണ്, ശരിക്കും പടച്ചോൻ ഇവിടെ ഉണ്ട്, ആ കാര്യം അദ്ദേഹത്തോട് മറന്നുപോയിട്ടാണ് അദ്ദേഹം ഇവിടെ നിന്ന് പോയത് എന്നൊക്കെയാണ്. എന്നിങ്ങനെ രണ്ട് രൂപത്തിൽ നമുക്ക് അതിന്റെ അർത്ഥം കാണാവുന്നതാണ്. ഇവിടെ ഒന്ന് രണ്ട് പ്രാർത്ഥനകൾ ഇത്തരത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് നന്നാകും. ഈ ഒരു ആയത്തിനെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുന്ന നാടുകളിലും ചുറ്റുപാടുകളിലുമൊക്കെ ഏറ്റവും കൂടുതൽ പിശാചി പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് എന്തിനാണ്? നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് നമ്മെ എങ്ങനെയെങ്കിലും മാറ്റാനുള്ള അതിനുള്ള ശ്രമങ്ങൾക്കായിരിക്കും. ഏകദൈവ വിശ്വാസികളായ ആളുകളെ അവരുടെ വിശ്വാസത്തിൽ എന്തെങ്കിലും കളങ്കം ചേർക്കാൻ സാധിക്കുമോ എന്നാണ് അവൻ ആലോചിക്കുന്നത്. മുവഹീദുകളെ എങ്ങനെ ശിർക്കിലേക്ക് കൊണ്ടുവരാമെന്നാണ് അവൻ ആലോചിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ സുന്ദരമായ വളരെ നല്ല ഒരു പ്രാർത്ഥന ഈ വിഷയകമായി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ അറിയാത്ത ആളുകൾ പഠിക്കണം. അറിയുന്ന ആൾക്കാര് ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് ചെല്ലാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓർമ്മപ്പെടുത്തലും എന്നുള്ള നിലയ്ക്ക് ഇതൊന്നുകൂടെ നമുക്ക് പരിശോധിക്കാം. നമ്മൾ പറഞ്ഞതാണ് മുമ്പ് പല പ്രാവശ്യങ്ങളിലായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ശിർക്കിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വ അന അഅലം വ അസ്തഗ്ഫിറുക ലിമാ ലാ അഅലം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വ അന അഅലം വ അസ്തഗ്ഫിറുക ലിമാ ലാ അഅലം. അല്ലാഹുവേ, ഞാൻ അറിഞ്ഞുകൊണ്ട് നിന്നിൽ പങ്കു ചേർക്കുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷിച്ചു കൊടുക്കുന്നു. ഞാൻ അറിയാതെ എന്നിൽ നിന്ന് സംഭവിച്ചു പോയ ശിർക്കിന് ഞാൻ നിന്നോട് പാപമോചനം തേടുകയും ചെയ്യുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വ അന അഅലം വ അസ്തഗ്ഫിറുക ലിമാ ലാ തഅലം. ഈ ഒരു പ്രാർത്ഥന അറിയാത്ത ആൾക്കാരെ പഠിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി നോക്കണമെന്ന് ഉണർത്തുന്നു. ശിർക്കിൽ നിന്ന് രക്ഷ ചോദിക്കാൻ, അറിഞ്ഞുകൊണ്ട് ശിർക്ക് ചെയ്യുന്നതിൽ നിന്ന്, ഞാൻ അറിയാതെ എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും അങ്ങനെ ശിർക്കിൻ്റെതായ എന്തെങ്കിലും വന്നു പോകുന്നുണ്ട്. പലനിരക്കും വന്നു പോയാൽ ചെറിയ ശിർക്കും വലിയ ശിർക്കും അങ്ങനെ പല രൂപത്തിലുള്ള സംഗതികൾ ഉണ്ടല്ലോ. അത് പലതും വരാൻ പടച്ചോനെ കൊടുക്കേണ്ട സംഗതികൾ, പടച്ചോനോട് ചെയ്യേണ്ട പ്രാർത്ഥനയും ആരാധനയും കാര്യങ്ങളും ഒക്കെ മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ, അറിഞ്ഞോ അറിയാതെയോ ഒക്കെ അങ്ങനെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നിസ്സാരല്ല ആ വിഷയം. കാരണം എല്ലാ നന്മകളെയും മുറിച്ചു കളയുന്ന, നശിപ്പിച്ചു കളയുന്ന ഒരു വമ്പിച്ച കാര്യമാണ് ശിർക്ക് എന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം എന്നാണല്ലോ. ആ നിലക്ക് ഈ ഒരു പ്രാർത്ഥന എല്ലാവരും പഠിക്കണം. പിന്നെ ഒന്നുള്ളത്, നമുക്ക് തന്നെ ഈ ഒരു ആയത്ത് പഠിക്കുമ്പോൾ നമുക്ക് തോന്നും എത്ര പെട്ടെന്നാണ് ഈ ആൾക്കാര് ശിർക്കിലേക്ക് പോകുന്നതല്ലേ, അവരുടെ മനസ്സ് മാറിപ്പോകുന്നതല്ലേ. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസരത്തിലൊക്കെ നമുക്ക് പ്രാർത്ഥിക്കേണ്ട മറ്റൊരു പ്രാർത്ഥനയും കൂടെ ഇവിടെ ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കുന്നത് നല്ലതാണ്. നമ്മുടെ ഹൃദയത്തെ സത്യത്തിൽ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി ഉള്ള ഒരു പ്രാർത്ഥന എന്നുള്ള നിലക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന വളരെ നല്ലൊരു പ്രാർത്ഥന, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ, എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ അഥവാ നിന്റെ മതത്തിൽ നീ ഉറപ്പിച്ചു നിർത്തണമേ. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്.
ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവരെ ചിന്താഗതി മാറും. ഓരോ ഓരോ അവസരത്തിലും ഓരോ പല തരത്തിലുള്ള അവസ്ഥാന്തരങ്ങളാണ് മനസ്സിനെ സംബന്ധിച്ചിടത്തോളം. സന്തോഷവും സന്താപവും ദുഃഖവും പ്രയാസവും അങ്ങനെ പല നിരക്കും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണല്ലോ മനുഷ്യന്റെ ഹൃദയം എന്ന് പറയുന്നത്, കൽബ് എന്ന് പറയുന്നത്. ആ കൽബിനെ ഇങ്ങനെ മാറ്റിമറിക്കുന്നവനായ പടച്ച റബ്ബ് ആരുടേതാണ്? കൽബ് അള്ളാഹു നൽകിയതാണ്. അതിനുള്ള ഈ മാറ്റങ്ങൾ, അത് പേര് തന്നെ കൽബ് എന്നാണ്, മാറി മറിയുന്നത് എന്നാണ് അതിന്റെ പേര് തന്നെ. ആ ഹൃദയത്തെ മാറ്റിമറിക്കുന്ന ആ പടച്ചവനെ നിന്റെ ദീനിൽ എന്ത് തന്നെ സംഭവിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറാം മറിയാം, പല അവസ്ഥകളും മനസ്സിനുണ്ടാകാം, ചിന്തകൾക്ക് ഉണ്ടാകാം, ഹൃദയത്തിന് സംഭവിക്കാം. പക്ഷെ എന്തായിരുന്നാലും നിന്റെ ദീനിൽ നിന്ന് മാറിപ്പോകാത്ത വിധത്തിൽ നീ എന്നെ ഉറപ്പിച്ചു നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണിത്. അപ്പൊ ഇത് ഈ പ്രാർത്ഥനയും കൂടെ ഈ ഒരു ആയത്തിന്റെ പിന്നാമ്പുറമായി നമ്മൾ പഠിച്ചു വെക്കുക. അടുത്ത ആയത്തിലേക്ക് പോകുന്നു. أفلا يرون ألا يرجع إليهم قولا ولا يملك لهم ضرا ولا نفعا أفلا يرون ألا يرجع إليهم قولا ولا يملك لهم ضرا ولا نفعا. എന്നാൽ അള്ളാഹു അവരോട് ചോദിക്കുകയാണ്, എന്ത് പൊട്ടന്മാരാണ് നിങ്ങൾ, അതൊരു വാക്ക് പോലും അവരോട് മറുപടി പറയുന്നില്ല എന്ന് അവർക്ക് കണ്ടുകൂടെ, കേട്ട് മനസ്സിലായിക്കൂടെ? അതിനെ ആരാധിക്കുകയും അതിനോട് പ്രാർത്ഥിക്കുകയും അത് ദൈവമാണെന്ന് വിലയിരുത്തുകയും ചെയ്യുന്ന ആളുകളോട് ഉള്ളൊരു ചോദ്യം, നിങ്ങൾ അങ്ങോട്ട് പറയുമ്പോ എന്തെങ്കിലും ഒരു കാര്യം ഇങ്ങോട്ട് നിങ്ങളോട് പറയുന്നുണ്ടോ? ഒരു വാക്ക് പോലും നിങ്ങളോട് മറുപടി പറയുന്നില്ലല്ലോ. ഈ ബിംബത്തിന്റെ ഈ ഒരു പശുവിനെ ആരാധിക്കുന്ന ഈ ആളുകളോട് ഉള്ള ചോദ്യം, എന്ത് പൊട്ടന്മാരാണ് നിങ്ങൾ, എന്തെങ്കിലും ഒരു വാക്ക് നിങ്ങളോട് അത് മറുപടി പറയുന്നുണ്ടോ? അഫലാ യറൗന, അവർ കാണുന്നില്ലേ? അല്ലാ യർജു ഇലൈഹിം ഖൗലൻ, ഒരു ഖൗലും തന്നെ, ഒരു വാക്ക് പോലും അവരോട് മറുപടി പറയുന്നില്ല. യർജിഉ, മടക്കുന്നില്ല, മറുപടി പറയുന്നില്ല എന്ന്. വലാ യംലികു ലഹും ദർറൻ വലാ നഫ്ആ, ഒരു ദർറും ചെയ്യുന്നില്ല, ഒരു നഫ്ഉം ചെയ്യുന്നില്ല. ലാ യംലികു, ഉടമപ്പെടുത്തുന്നില്ല, കഴിയുന്നില്ല. യാതൊരു ഉപദ്രവവും ഉപകാരവും ചെയ്യാൻ അതിന് കഴിയുന്നില്ല. യംലിക്കു, മലക്ക് യംലിക്കു, അവർ ഉടമപ്പെടുത്തി, ഒന്നും തന്നെ അവർ ഉടമപ്പെടുത്തിയിട്ടില്ല, അവർക്ക് സാധിക്കുന്നില്ല. എന്തിനു സാധിക്കുന്നില്ല? ലറും ചെയ്യുന്നില്ല, ഉപദ്രവം ചെയ്യുന്നില്ല. വലാ നഫ്അൻ, നഫ്ഉം ഇല്ല, ഉപകാരവും ഇല്ല, ഉപകാരവും ചെയ്യാത്ത ഈ സംഗതികളോടാണ് അവർ പ്രാർത്ഥിക്കുന്നത്. അതെങ്കിലും അവർക്ക് നോക്കിക്കൂടെ എന്ന് അവരോട് യുക്തിപൂർവമുള്ള ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. ഇത് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു ചോദിക്കുമ്പോ ഇക്കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ആരാധനകൾ നടത്തുന്ന ആളുകളോടുള്ള ഒരു ചോദ്യമാണ്. സാമിരി നിർമ്മിച്ച സ്വർണ്ണ പശുക്കിടാവിനെ ആരാധിച്ച ബനൂ ഇസ്രായേൽ ജനതയുടെ ബുദ്ധിശൂന്യത, അതാണ് ഖുർആൻ ഇവിടെ ചോദ്യം ചെയ്യുന്നത്. സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാകുന്ന ലളിതമായ ഒരു യുക്തി പോലും അവർ മറന്നുപോയിരിക്കുന്നു. അതെന്താ? ആശയവിനിമയത്തിനുള്ള കഴിവില്ലാത്തൊരു സംഗതിയല്ലേ? ദൈവം എന്നത് പ്രാർത്ഥന കേൾക്കുന്നവരും ഉത്തരം നൽകുന്നവനും ആകണ്ടേ? എന്നാൽ ഈ പശുക്കുട്ടിക്ക് അവരോട് തിരിച്ചു സംസാരിക്കാനോ അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാനോ സാധിക്കുന്നുണ്ടോ? അതവർക്ക് എന്തെങ്കിലും ഒരു വാക്ക് മറുപടി നൽകുന്നില്ല എന്ന ഒരു സന്ദേശമാണ് ഇവിടെ നൽകുന്നത്. രണ്ടാമതൊരു ചോദ്യം കൂടെ പടച്ചവൻ ചോദിക്കുന്നത്, ഇങ്ങനെ ഉള്ള സംഗതികളെ ആരാധിക്കുന്ന അള്ളാഹു അല്ലാത്ത ആളുകളെ, വ്യക്തികളെ, ശക്തികളെ, മരിച്ചുപോയവരൊക്കെ ആരാധിക്കുന്നവർ, പ്രാർത്ഥിക്കുന്ന ആളുകളോടുള്ള ചോദ്യം രണ്ടാമത്തെ, വലാ യംലികു ലഹും ദർറൻ വലാ നഫ്ആ, ഒന്നും തിരിച്ചു പറയുന്നില്ലല്ലോ നിങ്ങൾ ചോദിച്ചിട്ട്. നിങ്ങൾ എങ്ങനെയുള്ള സംഗതികളെ, വസ്തുക്കളെ, ആരാധ്യരെ ഒക്കെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോ, ആരാധന ചെയ്യുമ്പോ എന്തെങ്കിലും അവർ നിങ്ങൾക്ക് മറുപടി നൽകുന്നുണ്ടോ? ഒരു വാക്ക് നിങ്ങളോട് തിരിച്ചു സംസാരിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അതേപോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥിക്കുന്നവൻ എന്തെങ്കിലും ഉപകാരം ചെയ്യാനോ അല്ലെങ്കിൽ
ഏതെങ്കിലും വിഷയം നിഷേധിച്ചാൽ ഉപദ്രവം ചെയ്യാനോ ഒക്കെയുള്ള അധികാരം അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. അങ്ങനെയുള്ള വെറും ജഡവസ്തുക്കളെയാണോ നിങ്ങൾ ആരാധിക്കുന്നത്? എന്തെങ്കിലും കുറച്ച് ചിന്ത ശേഷി ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെയല്ലേ കണക്കാക്കേണ്ടതെന്ന് അള്ളാഹു വേറൊരു സ്ഥലത്ത് ചോദിച്ചില്ലേ? കൈഫ തക്ഫുറൂന ബില്ലാഹ്, കൈഫ തക്ഫുറൂന ബില്ലാഹ്. എങ്ങനെയാണ് നിങ്ങൾക്ക് അള്ളാഹുവിൽ അവിശ്വസിക്കാൻ കഴിയുക? ബുദ്ധിയുള്ള മനുഷ്യനോട് ചോദിക്കുക, നിങ്ങൾ ഇതിന്റെ ഉത്തരം എന്ന് പറയും. ദൈവത്തെ, അള്ളാഹുവിനെ, ഏക രക്ഷിതാവിനെ നിങ്ങൾക്ക് എങ്ങനെ നിഷേധിക്കാൻ കഴിയുന്നു? ഇതൊരു സാധാരണ ചോദ്യമല്ല. വ്യക്തമായ തെളിവുകളും ബുദ്ധിയും ഒക്കെ ഉണ്ടായിട്ടും മനുഷ്യൻ എങ്ങനെയാണ് ഇത്ര പോൽ അധപ്പതിച്ചു പോയത് എന്നാണ് ചോദിക്കുന്നത്. തനിക്ക് ഗുണമോ ദോഷമോ വരുത്താൻ കഴിവില്ലാത്ത വസ്തുക്കളുടെ അടിമയായി മാറുകയാണല്ലോ മനുഷ്യൻ ചെയ്യുന്നത്. അതാണല്ലോ നമ്മൾ ഈ ബഹുദൈവ ആരാധകരുടെ, മുശ്രിക്കുകളുടെ പ്രവർത്തനങ്ങളിൽ നമ്മൾ കാണുന്നത്. അപ്പൊ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലേക്ക് നിങ്ങൾ ആപതിച്ചു പോകരുത്, മാറിപ്പോകരുത്. എത്രയും പെട്ടെന്ന് അങ്ങനെ പോകുന്ന സംവിധാനങ്ങളൊക്കെ ലോകത്ത് നമ്മൾ പലതരക്കും കണ്ടതാണ്. അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചു. പല പ്രവാചകന്മാരുടെയും കാലശേഷം ശിർക്കിലേക്ക് വഴുതിപ്പോയ ആ സംഭവങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നോക്കുമ്പോ ഇവിടെ എന്താ സംഭവിച്ചത്? താൻ തന്നെ നിർമ്മിച്ച വസ്തുവിനെ തന്നേക്കാൾ വലുതായി കണ്ട് ആരാധിക്കുന്ന മനുഷ്യന്റെ ഭൗതികമായ പാപ്പരത്വം, ബുദ്ധിയില്ലായ്മയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അങ്ങനെ ഈ ഒരു സംഗതി നിഷേധിച്ചാൽ ഇതിനെതിരായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും ദോഷം വരുത്തണ്ടേ? ഇവരുടെ ആരാധ്യ വസ്തുക്കൾ അതും സംഭവിക്കുന്നില്ല. ഇവരാരാധിച്ചത് കൊണ്ട് എന്തെങ്കിലും ഗുണവും അവർക്ക് കിട്ടാൻ പോകുന്നില്ല എന്നുള്ള നിലയ്ക്ക് ഇതിനെ മനസ്സിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ആയത്ത് അവിടെ അവസാനിപ്പിക്കുന്നത്. ഒരായത്തും കൂടെ നമുക്ക് പറയാം, കുഴപ്പമില്ല. ഇതിന്റെ ഭാഗം എഴുതുകൊണ്ട് ആ ആയത്തുകളുടെ അർത്ഥം മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതിയാവുന്നതാണ്. കൂടുതൽ വിശദീകരണത്തിന്റെ ആവശ്യമില്ല. വലഖദ് ഖാല ലഹും ഹാറൂന മിൻ ഖബ്ലു യാ ഖൗമി ഇന്നമാ ഫുതിൻതും ബിഹി വഇന്ന റബ്ബകുമുർ റഹ്മാൻ ഫത്തബിഊനി വഅതിഉ അംരി. ولقد قال لهم هارون من قبل يا قوم إنما فتنتم به وإن ربكم الرحمن فاتبعوني وأطيعوا أمري ولقد قال لهم هارون من قبل. ഹാറൂൻ നബിയെ അവിടെ കാര്യം ഏൽപ്പിച്ചിട്ടായിരുന്നല്ലോ മൂസാ നബി പോയിരുന്നത്. അതിനിടക്ക് ഹാറൂൻ നബി അവരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, പക്ഷെ അത് കേൾക്കുന്നുണ്ടായിരുന്നില്ല അവർ. അതാണ് ഖുർആൻ ഇവിടെ പറയുന്നത്. മുമ്പ് തന്നെ ഹാറൂൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? യാ ഖൗമി ഇന്നമാ ഫുതിൻതും ബിഹി, ജനങ്ങളെ, ഈ ഒരു കാളക്കുട്ടി ഉണ്ടാക്കിയത് മൂലം നിങ്ങൾ പരീക്ഷിക്കപ്പെടുക മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. നിങ്ങൾ ഫിത്നയിൽ അകപ്പെട്ടിരിക്കുകയാണ്, നിങ്ങളൊരു പരീക്ഷണത്തിന് വിധേയമായിരിക്കുകയാണ്. ഇന്ന റബ്ബകുമുർ റഹ്മാൻ, പക്ഷെ നിങ്ങൾ ഓർക്കണം, നിങ്ങളുടെ റബ്ബ് അർ-റഹ്മാനാണ്, പരമകാരുണികനായ അള്ളാഹുവാണ്. അതുകൊണ്ട് നിങ്ങൾ തിരിച്ചു വരണം. ഫത്തബിഊനി വഅതിഉ അംരി, അതുകൊണ്ട് നിങ്ങൾ എന്നെ പിന്തുടരുകയും വഅതിഉ അംരി, എന്റെ കൽപ്പനകൾ നിങ്ങൾ അനുസരിക്കുകയും ചെയ്യുക. നോക്കൂ, നിങ്ങൾ വലിയ കുറ്റം ചെയ്തിട്ട് ഹാറൂൻ നബിയെ ധിക്കരിച്ചുകൊണ്ട് സാമിരി പറഞ്ഞത് കേട്ട് ആ ശിർക്കിലേക്ക് പോയ ആളുകളെ അവരെ ഗുണദേശിക്കുമ്പോ പോലും ഹാറൂൻ നബി എന്താ പറഞ്ഞത്? നമ്മുടെ രക്ഷിതാവുണ്ടല്ലോ, നിങ്ങളുടെ രക്ഷിതാവ് റഹ്മാനാണ്, കാരുണ്യവാനാണ്. നിങ്ങൾ അവനോട് പ്രാർത്ഥിച്ച് ഇസ്തിഗ്ഫാർ നടത്തി നിങ്ങൾ ഈ കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്നുള്ള നിലക്കാണ് അദ്ദേഹം അവരെ ഉപദേശിക്കുന്നത്. അവരെ ഉപദേശിക്കാതെ ഇരുന്നിട്ടില്ല. ആ ഒരു തെറ്റ് കണ്ടപ്പോ ഹാറൂൻ നബി അവർക്ക് കൃത്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുന്നു എന്ന് പഠിപ്പിക്കുന്ന ഒരായത്താണിത്. ഇതിനുള്ള വാക്കുകൾ ഞാൻ നോട്ട്സിൽ കൊടുത്തിട്ടുണ്ട്, പ്രധാനപ്പെട്ടത് നിങ്ങൾ വായിച്ച് പഠിക്കല്ലോ. അപ്പൊ ഇവിടെ സംഭവം ഒന്നുകൂടെ അറിയാത്ത ആൾക്കാര് ഒന്നുകൂടെ ശ്രദ്ധിക്കുക. എന്തായിരുന്നത്? മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹുമായുള്ള കൂടിക്കാഴ്ചക്കായി തൂർ പർവ്വതത്തിലേക്ക് പോയി. തന്റെ അഭാവത്തിൽ ജനങ്ങളുടെ നേതൃത്വം തന്റെ സഹോദരനായ ഹാറൂൻ നബിയെ ആണ് ഏൽപ്പിക്കുന്നത്.
ആ ഒരു സന്ദർഭത്തിലുണ്ടായ സംഭവങ്ങളെ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവിടെ നടന്ന ആ ശിർക്കൻ പരിപാടിയെ അതിന് ഹാറൂൻ നബി എങ്ങനെ ആണ് അതിനെ വിലയിരുത്തിയിട്ടുണ്ടായിരുന്നത്, അതിനോടുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം എങ്ങനെയായിരുന്നു എന്ന് ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഹാറൂൻ നബിയെ ഏൽപ്പിച്ചു പോകുമ്പോ മൂസാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തോട് പറയുന്ന ഒരു സംഗതി ഉണ്ട്, എന്ന് പറഞ്ഞുകൊണ്ടാണ് മൂസാ നബി അലൈഹി സ്വലാം പോകുന്നത്. നോട്ട് ചെയ്യണം. എന്താണത്? നീ എന്റെ ജനതയിൽ എന്റെ പകരക്കാരനായി നിൽക്കുക, നന്മ വരുത്തുക, നന്മ വരുത്തുക, വലാ തത്തബി സബീലൽ മുഫ്സിദീൻ, എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ കുഴപ്പക്കാരുടെ മാർഗം താങ്കൾ ഒരിക്കലും പിന്തുടരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് മൂസാ നബി അലൈഹി സ്വലാം അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നത് എന്നാണ്. അപ്പോ അതിനനുസരിച്ചാണ് അദ്ദേഹം അവിടെ പ്രതികരിച്ചത്. മൂസാ നബി അലൈഹി സ്വലാമയുടെ മടങ്ങി വരവ് സാഹചര്യങ്ങൾക്കനുസരിച്ച് യുക്തമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ടായിരുന്നു. നീ എന്റെ പ്രതിനിധിയായി, പകരക്കാരനായി, ഖലീഫയായി ഇവിടെ നിൽക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് തീരുമാനങ്ങൾ എടുക്കാനുള്ള അതിനുള്ള അധികാരം കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം പോകുന്നത് എന്നാണ്. പിന്നീട് മൂസാ നബി അലൈഹി സ്വലാം ദേഷ്യം പിടിച്ചുകൊണ്ട് വന്നല്ലോ, ഹാറൂൻ നബിയോട് തട്ടിക്കയറി അദ്ദേഹത്തിന്റെ താടി പിടിച്ചു വലിച്ചു, അദ്ദേഹത്തിന്റെ കൈകളിലുള്ള തൗറാത്തിന്റെ ഏടുകൾ പോലും നിലത്തേക്കിട്ടു എന്നൊക്കെ പറഞ്ഞിരുന്ന സംഭവങ്ങളുണ്ടല്ലോ. അവിടെയൊക്കെ ശാന്തമായി പിന്നീട് ഹാറൂൻ നബി മറുപടി പറയുന്നത് ഇങ്ങനെയാണ്, എന്നോട് ഇങ്ങനെയാണല്ലോ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നത്. എങ്ങനെയായിരുന്നു പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നത്? ഈ ആയത്തിൽ സൂറത്തുൽ ആറാഫിലെ 142 ആയത്തിൽ കണ്ടതുപോലെ ആ 3 തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടാണ് മൂസാ നബി അലൈഹി സ്വലാം പോയിട്ടുണ്ടായിരുന്നത്. ആ കാര്യം പിന്നീട് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്, എന്നോട് ഇങ്ങനെയാണല്ലോ പറഞ്ഞത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ വലിയ പ്രതിഷേധങ്ങൾ അദ്ദേഹം സംഘടിപ്പിക്കാതിരുന്നത്. അങ്ങനെ ചെയ്ത സാമിരിയോടും സാമിരിയുടെ കൂടെ നിന്ന ആളുകളോടുമൊക്കെ ഒരു യുദ്ധത്തിന്, ഒരു പ്രതികാരത്തിന്, ഒരു സംഘർഷത്തിനൊന്നും അദ്ദേഹം മുന്നോട്ട് വരാതിരുന്നത് എന്നൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ടാണ് അദ്ദേഹം അവരോട് പറയുന്നത്, സതുപദേശത്തോടുകൂടി പറയുന്നത്, ഇന്ന റബ്ബക്കും അർ റഹ്മാൻ, കാരുണ്യവാനായ റബ്ബ് ആണിട്ടോ നിങ്ങളുടെ റബ്ബ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ മറ്റേതെങ്കിലും നാമങ്ങൾ ഉപയോഗിക്കാം. അൽ ജബ്ബാറാണ്, അൽ മുൻതഖീമാണ്, ശിക്ഷിക്കുന്നവനാണ്, പ്രതികാരം ചെയ്യുന്നവനാണ് എന്നൊക്കെ ഉള്ള പേടിപ്പെടുത്തുന്ന വാക്കുകൾ ഉപയോഗിക്കുന്നതിന് പകരം അള്ളാഹുവിന്റെ ഏറ്റവും നല്ല വിശേഷണമായ, അള്ളാഹുവിന്റെ ഏറ്റവും പരിപാവനമായ ഒരു പേര് അർ റഹ്മാൻ എന്ന ആ ഒരു വിശേഷണം ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം അവരോട് സംസാരിക്കുന്നത് എന്ന് നമുക്ക് കാണാം. എന്താണ് നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്? ഈ വലിയ തെറ്റാണെങ്കിലും പാശ്ചാത്തപിച്ചാൽ പുറത്തു തരുന്നവനാണ് അള്ളാഹു എന്ന പ്രതീക്ഷയാണ് അവർക്ക് ഹാറൂൻ നബി അലൈഹി സ്വലാം കൊടുക്കുന്നത് എന്ന്. ഹാറൂൻ നബി ഒരു ദുർബലനായിരുന്നില്ല, മറിച്ച് അദ്ദേഹം ദീർഘവീക്ഷണമുള്ള ഒരു നേതാവായിരുന്നു. പെട്ടെന്നുള്ള വികാരത്തിന് അടിമപ്പെട്ടുകൊണ്ട് സമൂഹത്തെ നശിപ്പിക്കുന്നതിന് പകരം മൂസാ നബിയുടെ മടങ്ങി വരവ് വരെ എങ്ങനെ സമാധാനപരമായി ആ ആളുകളെ കൊണ്ടുപോകണം എന്നാണ് അദ്ദേഹം അവിടെ ആലോചിക്കുന്നത്. കാരണം അവിടെ സാമിരിയുടെ കൂടെ പോയ ആളുകൾ കുറച്ച് മാത്രമേ ഉള്ളൂ എന്നാണ്. ബാക്കിയുള്ള ആളുകളൊക്കെ കുറെ അധികം ആളുകൾ വിശ്വാസികൾ തന്നെ ആയിരുന്നു എന്നാണ്. അപ്പൊ അവിടെ അങ്ങനെ ഒരു പ്രശ്നത്തിന് വേണ്ടി അദ്ദേഹം മുതിരുമ്പോ അവിടെ മൊത്തം പ്രശ്നങ്ങളായി മാറാതിരിക്കാനുള്ള ചില നടപടികളാണ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവരുടെ ആ ഒരു പഴയ സ്വഭാവം എന്ന് പറയുന്നുണ്ട് ഖുർആൻ. സൂറത്തുൽ ബഖറയിൽ അള്ളാഹു പറഞ്ഞതുപോലെ അവരുടെ അവിശ്വാസം മൂലം ആ പശുക്കിടാവിനോടുള്ള സ്നേഹം അവരുടെ ഹൃദയങ്ങളിൽ കുടിപ്പിക്കപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു എന്നാണ്. അവർക്ക് അതിനോടൊരു വല്ലാത്തൊരിതായിരുന്നു അവസ്ഥയായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത് എന്നാണ്. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാം അങ്ങോട്ട് തിരിച്ചു വരുമ്പോ ഇസ്രായേലിയർ പശുക്കിടാവിനെ ചുറ്റും ഒരുമിച്ച് കൂടിയിട്ട് നൃത്തം വെക്കുന്നു, സംഗീതങ്ങൾ ആലപിച്ചുകൊണ്ട് ആ ശബ്ദ കോലാഹലം ഉണ്ടാക്കുന്നു. ഒരു പ്രത്യേക രൂപത്തിലാണ് പിന്നീട് അവിടെ പ്രവർത്തിച്ചിരുന്നത് എന്ന് മറ്റു വേദഗ്രന്ഥങ്ങളൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് ഖുർആൻ വ്യാഖ്യാതാക്കള് വിശദീകരിക്കുന്നുണ്ട്. ഇതൊന്ന് നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള ചില ഈ അവിശ്വാസത്തിന്റെയും
ഭൗതിക വിശ്വാസത്തിന്റെയും ഈ തരത്തിലുള്ള പിന്നെ ആട്ടവും പാടലും അതേപോലെ താളവും ഡാൻസും ഒക്കെയായി നമ്മുടെ മതത്തിലെ ചടങ്ങുകൾ മാറിപ്പോകും. നിങ്ങൾ വേണമെങ്കിൽ യൂട്യൂബിൽ ഒന്ന് അടിച്ചു നോക്കിയാണ്ട് ഈ സൂഫി ഡാൻസ് ദിക്ർ ഹൽക്ക എന്നൊക്കെ അടിച്ചു നോക്കിയാൽ ആയിരക്കണക്കിന് വീഡിയോകളുണ്ട്. നമ്മുടെ പല നാട്ടിലുള്ള ആളുകൾ ഈ ഒരു എന്തൊരു പ്രത്യേകമായ ഒരു രൂപത്തിൽ ഇരുന്ന് ഈ ദിക്റുകളൊക്കെ ഇങ്ങനെ ഭയങ്കരമായ ഡാൻസും ആടലും ചാടലും പല രൂപത്തിലൊക്കെ ഇങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് വന്നിരിക്കുന്നത് നമ്മുടെ പണ്ഡിതന്മാര് വിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാതാക്കളൊക്കെ പറയുന്നത് ഈ ആളുകളിൽ നിന്ന് വന്നതാണ്. ഈ നൃത്ത പ്രകടനങ്ങളെല്ലാം ആദ്യമായി നിർമ്മിച്ചത് സാമിരിയാണ്. അവൻ പശുക്കിടാവിനുണ്ടാക്കിയപ്പോ ഇസ്രായേലിയർ അതിന്റെ ചുറ്റും കൂടി ചെയ്തു പോന്ന ഒരു പ്രത്യേക നൃത്ത സമ്പ്രദായമാണ് പിന്നീട് അവിശ്വാസികളുടെയും പിന്നെ ഗോപൂജക്കാരുടെയും പശു ആരാധകന്മാരുടെയും ഒക്കെ മതമായി മാറുന്നത്. അങ്ങനെയുള്ള ചില വിശ്വാസങ്ങളാണ് ഇന്ന് സൂഫികൾ എന്ന് പറഞ്ഞ് അറിയപ്പെടുന്ന ഈ ആളുകളുടെ അവരുടെ ദിക്റുകളിൽ കാണുന്ന ഈ ആട്ടവും പാട്ടവും ഡാൻസും ഒക്കെ ഉള്ള ഈ ഒരു അച്ചടക്കമില്ലായ്മ എന്ന് നമ്മൾ കാണുന്നത്. യഥാർത്ഥത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളുടെ സദസ്സുകൾ നമ്മൾ കേട്ടറിഞ്ഞതല്ലേ? എങ്ങനെയായിരുന്നു സഹാബത്തിന്റെ സദസ്സ് എന്നത്? അവരുടെ തലയിൽ ഒരു പക്ഷി വന്നിരുന്നാൽ പോലും അവർ പോലും അറിയാത്ത വിധത്തിൽ അത്രയും നിശബ്ദമായി ശാന്തമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സുകളിൽ ഇരിക്കുന്ന ആ ഒരു സമ്പ്രദായം വിട്ടുകൊണ്ട് ഈ അച്ചടക്കത്തിന് വിപരീതമായി കൊണ്ടുള്ള ഒരു രൂപം സമൂഹത്തിലേക്ക് കടന്നു വന്നത് ഇതിന്റെയൊക്കെ ഒരു ഭാഗമാണ് എന്നാണ് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. അതില് അങ്ങനെ അവരോട് അങ്ങനെയുള്ള ചില ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിയിട്ടും പിന്നെ അടുത്ത ആയത്തിൽ നമ്മൾ കാണുന്നത് ഖാലൂ ലൻ നബ്റഹ അലൈഹി ആകിഫീൻ ഹത്താ യർജിഅ ഇലൈനാ മൂസ എന്നാണ് അവർ പറയുന്നത്. മൂസ ഞങ്ങളുടെ അടുത്തിലേക്ക് മടങ്ങി വരുവോളം ഞങ്ങൾ ഇതിനുള്ള ആരാധനയിൽ നിരതരായി തന്നെ ഇരിക്കുന്നതാണ്. ഖാലൂ അവർ പറയുന്നു ലൻ നബ്റഹ ഞങ്ങൾ ഒരിക്കലും മാറിപ്പോവുകയില്ല, അതിൽ ഞങ്ങൾ ഉണ്ടായിരിക്കും. ആകിഫീൻ എത്തിക്കാഫിരിക്കും ഇതിന്റെ മുമ്പിൽ. അത്രയും ഞങ്ങൾക്ക് ഇതിനോട് വല്ലാത്തൊരു ഭ്രമം വന്നു പോയിരിക്കുന്നു. മൂസ ഞങ്ങളിലേക്ക് മടങ്ങി വരുന്നത് വരെ. ലൻ നബ്റഹ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നീങ്ങുകയേ ഇല്ല എന്നാണ്, ഞങ്ങൾ അവസാനിപ്പിക്കുകയേ ഇല്ല എന്നാണ്. ഇതേപോലെ ഈ ആയത്ത് ഈ ലൻ നബ്റഹ എന്ന സൂറത്ത് യൂസുഫ് നബിയുടെ സഹോദരൻ ബിന്യാമീൻ പറയുന്ന ഒരു വാക്കായിട്ടും എന്റെ പിതാവ് എനിക്ക് അനുവാദം നൽകുന്നത് വരെ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് അഥവാ ഈജിപ്തിൽ നിന്ന് എങ്ങോട്ടും മാറുകയില്ല എന്ന് പറയുന്നിടത്ത് ഫലൻ അബ്റഹൽ അർള എന്നൊരു വാക്ക് പറയുന്നുണ്ട്. അതേപോലെ സൂറത്തുൽ കഹ്ഫിലുണ്ട് ലാ അബ്റഹു ഹത്താ അബ്ലുഗ മജ്മഅൽ ബഹ്റൈൻ എന്ന് പറയുന്നുണ്ട്. ആരാ പറയുന്നത്? നമ്മുടെ മൂസാ നബി അലൈഹി ഇസ്ലാമി ഹിദ്ർ നബിയും കൂടെ പോകുന്ന ആ സംഭവത്തിൽ രണ്ട് സമുദ്രങ്ങൾ ചേരുന്നിടത്ത് എത്തുന്നത് വരെ ഞാൻ യാത്ര അവസാനിപ്പിക്കുകയില്ല എന്ന് ഹിദ്ർ നബി പറയുന്നിടത്ത് ലാ അബ്റഹു നബ്റഹ എന്ന വാക്ക് പരിചയപ്പെടാൻ വേണ്ടി മാത്രം സൂചിപ്പിച്ചു എന്ന് മാത്രം ഇങ്ങനെ രണ്ട് സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. ഞങ്ങൾ ഒരിക്കലും ഇതിൽ നിന്ന് മാറിപ്പോകില്ല, ഈ വിഷയത്തിൽ നിന്ന് ഞങ്ങൾ ആരെന്ത് പറഞ്ഞാലും ഇതിൽ തന്നെ ഉറച്ചു നിൽക്കും. മൂസ വന്നിട്ട് എന്തെങ്കിലും തീരുമാനിച്ചോട്ടെ എന്ന് ധിക്കാരത്തോടുകൂടി പറയുകയാണ് ചെയ്തത് എന്നാണ് അവർ ഇവിടെ സൂചിപ്പിക്കുന്നത്. മൂസാ നബി അലൈഹി സ്വലാം വരുന്നത് വരെ ഞങ്ങൾക്ക് ആരാധിക്കാൻ ഒരു ദൈവം വേണം, ഞങ്ങൾ ഇതിനെ ദൈവമായി കാണുന്നു എന്നാണ് അവര് ഇവിടെ പറയുന്നത്. അങ്ങനെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവരുടെ മുന്നിൽ നിന്ന് ആരാധിക്കാൻ കാണപ്പെടുന്ന ഒരു ദൈവമുണ്ടെങ്കിലേ ആരാധനയാകൂ എന്ന് വിലയിരുത്തിയ ആളുകളായിരുന്നു അവരെന്ന് പറയാനാണ്, വിശേഷിപ്പിക്കാനാണ് ഈ ആയത്ത് നമ്മൾ ആണ് നമ്മൾ ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഈ 4 ആയത്തുകൾ പരസ്പര ബന്ധിതമാണ്. അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ഇത് പറഞ്ഞു പോയത്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ എടുത്ത് ഈ സൂറത്ത് തുടങ്ങിയിട്ട് കുറെ കാലമായില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനി പെട്ടെന്ന് അവസാനിപ്പിക്കാനുള്ള വഴികളെ സംബന്ധിച്ച് ആലോചിക്കാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കുറച്ച്